വളരെ കുറഞ്ഞ സെക്കൻഡിൽ 60 കൂലി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ മർറ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ മജ്ലിസിൻ ഫഖാല സലാമുൻ അലൈക്കും. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലിരിക്കുകയാണ് സ്വഹാബത്തിൻ്റെ കൂടെ. അപ്പോൾ ഒരാൾ അതിലൂടെ നടന്നു പോയപ്പോൾ സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്റു ഹസനാത്തിൻ, 10 പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. അഥവാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്, 10 പ്രതിഫലമാണ്. സുമ്മ മർറ റജുലുൻ ആഖർ, മറ്റൊരു വ്യക്തി പോയപ്പോൾ പറഞ്ഞു സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവിടെ റഹ്മത്തുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ, സലാമും ഉണ്ടാകട്ടെ. അഥവാ സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. ഇത് രണ്ടും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇശ്റൂന ഹസന, 20 കൂലി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് കൂടി കൂട്ടിയാൽ 20 കൂലിയാണ്. വീണ്ടും ഫമറ റജുലുൻ ആഖർ, മൂന്നാമതൊരാൾ കടന്നു പോയപ്പോൾ സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അവിടെ വബറകാതുഹു എന്നുകൂടി കൂട്ടി പറഞ്ഞു. സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസൂന ഹസന, 30 കൂലിയായി, 30 കൂലി. അപ്പോൾ അസ്സലാമു അലൈക്കും 10 കൂലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20 കൂലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30 കൂലിയാണ് ഒരു സലാം പറയുമ്പോൾ തന്നെ ലഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രവാചകൻ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണല്ലോ. ഫഖാമ റജുലുൻ മിനൽ മജ്ലിസി വലം യുസല്ലിം, ഒരാൾ ആ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോയി, പക്ഷേ സലാം പറഞ്ഞില്ല, പോകുമ്പോൾ സലാം പറഞ്ഞില്ല. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഔശക മാ നസിയ സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ് മറന്നുപോയിരിക്കുന്നു. ഇദാ ജാഅ അഹദുക്കും മിനൽ മജ്ലിസി, നിങ്ങളിൽ ഒരാൾ ഒരു മജ്ലിസിലേക്ക് വന്നാൽ ഫൽ യുസല്ലിം, സലാം പറയണം. ഫൈൻ ബദാലഹു അൻ യജ്ലിസ ഫൽ യജ്ലിസ്, എന്നിട്ട് ഇരിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു പറ്റിയ സ്ഥലത്ത് ഇരിക്കണം. ഫൈൻ ഖാമ, ഇനി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയാണെങ്കിലോ ഫൽ യുസല്ലിം, അപ്പോഴും സലാം പറയണം. പലരും വരുമ്പോൾ സലാം പറയും, തിരിച്ചു പോകുമ്പോൾ സലാം പറയാറില്ല. അങ്ങനെയല്ല, നമ്മൾ കണ്ടുമുട്ടുമ്പോഴും സലാം പറയണം, എന്നിട്ട് വേർപിരിയുമ്പോഴും സലാം പറയണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫലൈസത്തിൽ ഊല ബി അഹഖ മിനൽ ആഖിറ, ആദ്യത്തേത് രണ്ടാമത്തേക്കാൾ കൂടുതൽ അവകാശപ്പെട്ടതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഉള്ള സലാമും വരുമ്പോൾ ഉള്ള സലാമും രണ്ടും ഒരുപോലെയാണ്, രണ്ടിനും പ്രാധാന്യമുണ്ട് എന്നാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോഴും സലാം പറയണം, പിരിയുമ്പോഴും സലാം പറയണം, ഒരു സദസ്സിലേക്ക് വരുമ്പോഴും സലാം പറയണം, സദസ്സിൽ നിന്ന് പോകുമ്പോഴും സലാം പറയണം. രണ്ടിനും തുല്യ പ്രാധാന്യമാണ് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫലൈസത്തിൽ ഊല ബി അഹഖ മിനൽ ആഖിറ, രണ്ടാമത്തതിനേക്കാൾ ആദ്യത്തത് അർഹതപ്പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിനാൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് പിരിഞ്ഞു പോകുമ്പോൾ പറയുന്നതിന് എന്നും ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ആദ്യത്തേതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പിരിയുമ്പോഴും സലാം പറയുക എന്നുള്ളത്. ഒരു വേള പിരിയുമ്പോൾ കൂടുതൽ അതിന് പ്രാധാന്യമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സഹോദരങ്ങളെ, പിരിയുമ്പോഴും സലാം പറയണം, കണ്ടുമുട്ടി പിരിയുമ്പോഴും സലാം പറയണം. അങ്ങനെ സലാം പറയുമ്പോഴും നമ്മൾ എന്താണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴും എത്ര കൂലി കിട്ടി? 30 കൂലി കിട്ടി. അപ്പോൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ 30 കൂലി, തിരിച്ചു പോകുമ്പോൾ പറഞ്ഞ 30 കൂലി, 30 60 കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്.